മുദ്രാ ലോണെടുത്ത് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം പകരുന്നതായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനം. മുദ്രാ വായ്പയുടെ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായി 2015 ആരംഭിച്ചതാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന അഥവാ PMMY. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 തരം മുദ്രാ ലോണുകളാണുള്ളത്. 20 ലക്ഷം രൂപ വരെ മുദ്രയുടെ പരിധി ഉയർത്തിയതോടെ സംരംഭകർക്ക് തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. മുദ്രാ യോജന പ്രകാരം ഇതുവരെ 10 ലക്ഷം രൂപ വരെയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഇനി മുതൽ വായ്പാ തുക 20 ലക്ഷമായി മാറും. തിരിച്ചടവ് കാലാവധി 5 വർഷം വരെയാണ്. കൂടാതെ പ്രോസസിംഗ് ഫീസായി നാമമാത്രമായ തുക കൂടി ഈടാക്കും. ഈ വായ്പാ സ്കീമിൽ പലിശ നിരക്കുകൾ ഓരോ ബാങ്കിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. PM മുദ്രാ യോജനയ്ക്ക് കീഴിൽ ലഭ്യമായ വായ്പകളെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ശിശു വായ്പ, കിഷോർ വായ്പ, തരുൺ വായ്പ എന്നിവയാണ് ഈ 3 വിഭാഗങ്ങൾ. ശിശു വായ്പയ്ക്ക് കീഴിൽ 50,000 രൂപ വരെയാണ് അനുവദിക്കുക. കിഷോർ വായ്പ പ്രകാരം 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് നൽകുന്നത്. തരുൺ വായ്പയ്ക്ക് കീഴിൽ ഇതുവരെ 10 ലക്ഷം രൂപ വരെയായിരുന്നു നേടാമായിരുന്നത്. ഇതിന് മാറ്റം വരാൻ ഇടയുണ്ട്. PM മുദ്രാ സ്കീമിന് കീഴിൽ ചെറുകിട കടയുടമകൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്കും മറ്റ് ചെറുകിട വ്യവസായങ്ങൾക്കും വായ്പാ സൗകര്യം ലഭ്യമാണ്. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, റെസിഡൻഷ്യൽ പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബിസിനസ് സർട്ടിഫിക്കറ്റ് എന്നിവ മാത്രമാണ് ആവശ്യം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.